സുരേഷ് ഗോപിയെ ഇനി കേരളത്തിൽ ഉപയോഗിക്കേണ്ട, അത് തിരിച്ചടിയാകും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ അഖിലേന്ത്യാ നേതൃത്വം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനവും തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ബി.ജെ.പിയുടെ രണ്ട് മുഖങ്ങൾ, രണ്ട് താരങ്ങൾ. ഈ താരങ്ങളെ മുന്നിൽ നിർത്തി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ഇതാണ് ബി.ജെ.പി ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് സെമി ഫൈനൽ അല്ല, ഫൈനൽ തന്നെയാണ് എന്ന് ബി.ജെ.പി നേതാക്കൾ പ്രഖ്യാപിച്ചത്. പക്ഷേ എല്ലാം പാളിപ്പോയി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറാണ് ഒരു മുഖം, പിന്നീട് സുരേഷ് ഗോപിയാണ്. മധ്യ കേരളത്തിൽ സുരേഷ് ഗോപിയെ ഉപയോഗപ്പെടുത്തി ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുക, അതായിരുന്നു ലക്ഷ്യം. രാജീവ് ചന്ദ്രശേഖർ രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ സുരേഷ് ഗോപിയോ പൂർണ്ണമായും പരാജയപ്പെട്ടു. പക്ഷേ സുരേഷ് ഗോപി ഒരു കളി കളിച്ചു. അദ്ദേഹം ദില്ലിയിൽ പാർലമെൻറ്റിൽ ലഡു വിതരണം ചെയ്തു. ഇതാ കേരളം മാറുന്നു എന്ന് അറിയിച്ചുകൊണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി വിജയം ദേശീയ വാർത്തയായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു സുരേഷ് ഗോപി. രാജീവ് ചന്ദ്രശേഖരനെ വെട്ടുക, അതായിരുന്നു സുരേഷ് ഗോപിയുടെ ലക്ഷ്യം. അതിൽ സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ക്ഷോഭത്തോടു കൂടിയാണ് പ്രതികരിച്ചത് എന്നാണ് ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. തൊട്ടടുത്ത ദിവസം രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലേക്ക് യാത്ര തിരിച്ചു. നേതാക്കളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ ബി.ജെ.പിക്കുണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട കാരണക്കാരൻ സുരേഷ് ഗോപിയാണ് എന്നാണ് ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. തൃശ്ശൂരിൽ ഒന്നും ചെയ്യാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപി വിരുദ്ധ തരംഗമാണ് എന്നാണ്. സുരേഷ് ഗോപി എവിടെ പോയാലും അവിടെ തോൽക്കുന്ന അവസ്ഥ. ക്രൈസ്തവ വോട്ടുകളെ ലക്ഷ്യം വെച്ച് അരമനകൾ കയറിയിറങ്ങുക, പള്ളികളിൽ പ്രാർത്ഥന നടത്തുക ഇത്യാദി നാടകങ്ങളൊക്കെ കാണിക്കാറുണ്ടായിരുന്നു സുരേഷ് ഗോപി. ഒരു വട്ടം ജനങ്ങൾ അതിൽ വീണുപോയി. ഒരു വട്ടം ആളുകളെ പറ്റിക്കാം. എല്ലാ സമയവും ആളുകളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ കഴിയുമോ? കഴിയില്ല എന്നതാണ് വസ്തുത. അതാണ് തൃശ്ശൂരിൽ കണ്ടത്. എന്താണ് സുരേഷ് ഗോപി? സുരേഷ് ഗോപി എന്നത് ഒരു പാഴ്മരം മാത്രമാണ് എന്ന് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം. തൃശ്ശൂർ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിൽ വെറും 8 സീറ്റ്, ഒരു പഞ്ചായത്ത് മാത്രമാണ് ലഭിച്ചത്. മുനിസിപ്പാലിറ്റികളിൽ അല്പം നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് കൊടുങ്ങല്ലൂർ മാത്രമാണ്. കൊടുങ്ങല്ലൂർ പിടിക്കും, ഞാൻ കൊടുങ്ങല്ലൂർ ഇങ്ങെടുക്കും എന്നൊക്കെയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. അതെല്ലാം തകർന്ന് തരിപ്പണമായി. സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി തൃശ്ശൂർ കോർപ്പറേഷനിൽ വൻ മുന്നേറ്റമുണ്ടാക്കാം എന്നൊക്കെ കരുതിയിരുന്നു ബി.ജെ.പി നേതൃത്വം. എല്ലാം പാളിപ്പോയി. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ പരിശോധിക്കുകയാണ് എന്നാണ് ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. എന്ന് വെച്ചാൽ കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക്. അവിടെയും വലിയ പരാജയമാണ്. കേരളത്തിന് വേണ്ടി മന്ത്രി എന്ന നിലയിൽ ഒരു കാര്യവും പോലും ചെയ്തിട്ടില്ല സുരേഷ് ഗോപി. തൃശ്ശൂരിലെ പുലികളി സംഘങ്ങൾക്ക് പണം നൽകാമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഒരു നയ പൈസ പോലും നൽകിയില്ല. അത് വലിയ ചർച്ചയായി മാറിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. അത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു പദ്ധതി പോലും കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് അനുവദിക്കേണ്ട എയിംസ് പോലും തടഞ്ഞു വെക്കാൻ, ചില സ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി തടഞ്ഞു വെക്കാൻ ശ്രമിച്ചു സുരേഷ് ഗോപി എന്നത് കേരളക്കരെ ആകെ വലിയ ചർച്ചയായി മാറിയതുമാണ്. ഇതെല്ലാം സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ കേന്ദ്രമന്ത്രിസഭയുടെ ഒരു പുനഃസംഘടനയുണ്ടാകും. അതിൽ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തെറിക്കും എന്നാണ് അറിയുന്നത്. സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്ത് ഇരുത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു രക്ഷയുമില്ല. കേരളത്തിൽ ഉള്ള വോട്ടും കൂടി ഇല്ലാതാകും. സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടാൽ അത് ചർച്ചയാകുന്നു, വിവാദമാകുന്നു, വൻ തിരിച്ചടിയാകുന്നു ബി.ജെ.പിക്ക്. ഇത് ബി.ജെ.പി തന്നെ ചർച്ച ചെയ്ത വിഷയമാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. അതോടൊപ്പം സംസ്ഥാന നേതാക്കളെ തീരെ ഗൗനിക്കുന്നില്ല സുരേഷ് ഗോപി. ബി.ജെ.പി പ്രവർത്തകരെ, ബി.ജെ.പി നേതാക്കളെ കണ്ടാൽ മിണ്ടാറില്ല സുരേഷ് ഗോപി തുടങ്ങിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് എതിരെയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത്
സുരേഷ് ഗോപിയെ ഇനി കേരളത്തിൽ ഉപയോഗിക്കേണ്ട, അത് തിരിച്ചടിയാകും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനവും തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്.